കോട്ടയെല്ലാം ഇഷ്ടം പോലുണ്ട്. പക്ഷെ ഈ കോട്ട അതൊരിക്കലും നിങ്ങളെ തളർത്തുന്ന ഒരു വസ്തുവായിട്ട് മാറരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. പട്ടാളക്കാർക്ക് എന്തുകൊണ്ട് ഈ കോട്ട കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ അത് വലിയൊരു കഥ തന്നെയാണ്. ബ്രിട്ടീഷുകാർ അവരുടെ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്ന് ഫോളോ ചെയ്ത സമയത്ത് അവരുടെ രാജ്യത്തുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് രണ്ട് സോഷ്യൽ ഡ്രിങ്ക് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്ക് അവർ സോഷ്യലി ഡ്രിങ്ക് ചെയ്യുന്നവരാണ്. ഒരു 2 പേക്ക് അടിച്ചു അല്ലെങ്കിൽ 3 പേക്ക്. And always there is a say in English, if you can't hold your drinks, just keep the glass down. ഈ ഹോൾഡ് യുവർ ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. പല ഇംഗ്ലീഷ് പടങ്ങളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹോൾഡ് യുവർ ഡ്രിങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. വെറും ഗ്ലാസ് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അച്ചായന്മാർ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഇങ്ങനെ നടന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുക, അതല്ല. They always used to hold the drink like this. ഈ കൈ എപ്പ താഴുന്നോ അപ്പ ഗ്ലാസ് താഴ്ത്തു വെക്കണം എന്നുള്ളതാണ് അവരുടെ സിസ്റ്റം. അങ്ങനെ വരുന്ന സമയത്ത് 1-2 പെഗ് അടിച്ച് ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ദ സോഷ്യൽ ഡ്രിങ്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടിച്ച് കോഞ്ഞാട്ടായാലും ശരി ഈ കയ്യിൽ നിന്ന് ഗ്ലാസ് വിടൂല. എന്നിട്ട് ഇത് എപ്പോ വരെ കഴിയുന്നില്ല അതുവരെ അടിച്ച് ഫിറ്റായി എന്ന് പറയും. പക്ഷെ അൺഫിറ്റ് ആവുകയാണെന്നുള്ളത് അവർ അറിയുന്നില്ല. ആരോട് ചോദിച്ചാലും അടിച്ച് ഫിറ്റായടാ ഞാനെന്നല്ല, ഒരിക്കലും ഇല്ല. അവൻ അൺഫിറ്റ് ആയതാണ്. ഇതിനെല്ലാം നമ്മുടെ സമൂഹം ഇന്ന് വളരെയധികം റെസ്പോൺസിബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കേരളത്തിനെ കൊണ്ടെത്തിച്ചു. നേരത്തെ പിതാവ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പഞ്ചാബിൽ അതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ആന്റി ഡ്രഗ്സിന്റെ. പഞ്ചാബ് അമൃത്സർ സെക്ടർ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ട്രക്ക് കണക്കിന് ഓപ്പിയം കടത്തിവിടുന്നുണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ഒരു ട്രക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന കൈക്കൂലി എന്ന് പറയുന്നത് 2 കോടി രൂപയാണ്. ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് ഈ 2 കോടിക്ക് ഒരു ട്രക്ക് അങ്ങ് കയറി പോന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 100 കണക്കിന് കോടികളാണ് മറിയുന്നത്. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇത് വരുന്നു? കാരണം ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന എന്നൊക്കെ പറയുന്ന ഈ ബോർഡർ ഏരിയയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് വളരെയധികം അവർക്ക് പാകിസ്ഥാൻ അറിയാം ഇന്ന് ഇന്ത്യയായിട്ട് ഉടക്കാൻ നിൽക്കണ്ട എന്നുള്ളത്. അപ്പൊ അവര് എടുത്തിരിക്കുന്ന ഒരു പോളിസിയാണ് ഡിസ്ട്രോയ് ദിസ് കൺട്രി വിത്ത് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്. ആ ഡ്രഗ്സ് ആണ് ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് പണ്ട് വന്നിരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ആ ലോറികൾ പോയി നേരെ മണിപ്പൂരിൽ. നിങ്ങൾ മണിപ്പൂരിലെ ഈ കലാപങ്ങളൊക്കെ പറയുന്നത് ജാതിപരമായിട്ടും വർഗീയപരമായിട്ടൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും സംസാരിച്ചു. ഇതിന്റെ ഫാക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്കുകൾ മുഴുവൻ അൺപ്രോസസ്ഡ് ഡ്രഗ്സ് യൂസ് ടു ഗോ ഫ്രം ടു ദ മണിപ്പൂർ സെക്ടർ. അവിടെ ഈ 2 ട്രൈബൽ വർഗങ്ങൾ ഇവർ തമ്മിലുള്ള റൈവൽറിയാണ്. ഹൂ വിൽ ഗെറ്റ് ദ മാക്സിമം ടു പ്രോസസ് ഇറ്റ് ആൻഡ് സെൽ ഇറ്റ്. അപ്പം മണിപ്പൂരിൽ വരുന്ന സാധനങ്ങളെ പെട്ടെന്ന് ബർമയിലോട്ടും ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ടും കടത്തയക്കാം. അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് നേരെ വരുന്നത് ബാംഗ്ലൂരിലോട്ടും. ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പൊ ഏറ്റവും വലിയ സെയിൽ ഹബ് എന്ന് പറയുന്നത് കേരളമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടുത്തെ റൂളിംഗ് പാർട്ടിയോ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിയോ ആരാണെങ്കിലും ശരി, they will not agree. But the fact is, this is what നേരത്തെ പിതാവ് പറഞ്ഞ കേരളം is a most hot belt for the drugs nowadays. ഇത് അതൊരു സൈഡിലോട് നിൽക്കട്ടെ. ഇത് ഹോട്ട് ബെൽറ്റ് എങ്ങനെയാണ്? ഇതിനകത്ത് നമ്മൾ ആരെ കുറ്റം പറയും? ആരെയാണ് ഇതിനെ ബ്ലെയിം ചെയ്യേണ്ടത്? ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയാം, പോലീസോ പട്ടാളോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ കുറ്റം പറയുന്നത് പേരൻസ്, അച്ഛനമ്മമാർ. ഇന്ന് എത്ര അച്ഛനമ്മമാരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ ലേഡീസിനെ ഇവിടെ കാണുന്നുണ്ട്, വയസ്സായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. അച്ഛന്മാരുടെ സൈഡ് ഞാനങ്ങ് മാറ്റി വയ്ക്കാം. പക്ഷെ ഒരമ്മ നിങ്ങളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ വരുന്ന സമയത്ത് എത്ര അമ്മമാർ ഈ കുട്ടികളോട് 5 മിനിറ്റ് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു? പലപ്പോഴും സമയമില്ല. കാരണം ഈ കയ്യിൽ ഇരിക്കുന്ന ചുണ്ണാമ്പ് പെട്ടി എന്ന് പറയുന്ന മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമാര്. ഈ തേക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഈ കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി എന്താണ്? പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, കാരണം പെൺകുട്ടികൾ അതൊന്നും ചെയ്യില്ല.
നമ്മളങ്ങ് ജസ്റ്റിഫൈ ചെയ്തിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് ഇതില്ല, ആൺകുട്ടികളെ മാത്രം നോക്കിയാൽ മതി. ആൺകുട്ടികൾ സമയത്തിന് എത്തിയില്ലേ എങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ പെൺകുട്ടികൾ 5 മണിക്ക് എത്തിയില്ലെങ്കിൽ അത് പ്രശ്നമായി. ആ ഡിസ്പാരിറ്റി ആദ്യം മാറ്റിയെടുക്കുന്നു. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്നിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്രിമിനൽ മെന്റാലിറ്റി കൂടുന്നത് എന്തുകൊണ്ടാണ്? കാരണം അകത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ മുഴുവൻ വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ അച്ഛനമ്മമാരെ പോലും തിരിച്ചറിയാൻ വയ്യാതെ, അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പറ്റം സമൂഹമാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി ഞാൻ കണ്ടിട്ടുള്ളത്, ആ കുട്ടിയുടെ കൈ പിടിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് കൈ ഇങ്ങോട്ട് വലിച്ചു. കാരണം നമുക്ക് ഒരു ഈർലി ഫീലിംഗ്. ബിക്കോസ് ആ പെൺകുട്ടി നമ്മുടെ കൈ പിടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഫിംഗറിന്റെ ടിപ്പുകൾ മുഴുവൻ വല്ല റബ്ബറിന്റെ ഗ്ലൗസിൽ വെള്ളം ഒഴിച്ചിട്ട് അത് പിടിക്കുന്ന പോലൊരു ഫീൽ ആയിരുന്നു. കാരണം അകത്തുള്ള എല്ലുകൾ മുഴുവൻ ദ്രവിച്ചു പോയിരിക്കും. 13 വയസ്സിൽ ഈ കുട്ടി ഡ്രഗ് തുടങ്ങിയിരിക്കുകയാണ്. 17ാമത്തെ വയസ്സാണ് ഞാൻ കാണുന്നത്. അപ്പോഴത്തേക്കും അവൾക്കും അറിയാം അവളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും എന്റെ മുന്നിൽ കണ്ണീരോടുകൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഒരു അക്ഷരം എന്നോട് തിരിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന മുഴുവൻ കേട്ടോണ്ട് കണ്ണീരൊഴുക്കുകയാണ്. അമ്മയെ കുറിച്ച് ചോദിച്ചു, അച്ഛനെ കുറിച്ച് ചോദിച്ചു, എല്ലാം പറയുന്ന സമയത്ത് കണ്ണീര്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, ഈ ഒരു വകഭേദം നിനക്ക് 4 വർഷം മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ വരില്ലായിരുന്നു. ഇനിയും നീ കാണുന്ന കുട്ടികളോടെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭീകരാവസ്ഥ എന്താണെന്ന്. ഇന്ന് കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിക്കും, നിങ്ങൾ സയനൈഡ് കഴിക്കുമോ? ഇല്ല, അത് തൊടില്ല. അതെന്താണ്? അത് സയന്റിസ്റ്റ് എഴുതി വെച്ചിട്ട് പോയി. കാരണം നാക്കൽ തൊട്ട വഴിക്ക് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ എഴുതി എസ് എന്ന്. അത് ഷുഗർ ആണോ സോൾട്ട് ആണോ എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇന്നും അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന്. പക്ഷെ ഇപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് സയനൈഡുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതും ലൈഫിൽ കണ്ടിട്ടുണ്ട്. സയനൈഡ് കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ ആന്റിഡോട്ട് കൊടുത്തിട്ട് രക്ഷിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി വധക്കേസിന്റെ സമയത്ത് LTTക്കാരെ പിടിക്കുമ്പോൾ പലപ്പോഴും ഇവര് സയനൈഡ് കഴിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഒരുത്തനെ ആന്റിഡോട്ട് കൊടുത്തിട്ട് നമ്മൾ രക്ഷിച്ചപ്പോൾ അവനടുത്ത് ഞാൻ ചോദിച്ചു, മോനെ ഇതിന്റെ ടേസ്റ്റ് എന്താണ്? അപ്പൊ അവൻ പറഞ്ഞു, സാർ ഒരു ഉപ്പ് പോലെ ആയിരുന്നു. പക്ഷെ ഞാൻ എന്താ സാർ മരിക്കാൻ? ഇപ്പൊ ഒരു വേള എന്റെ സയനൈഡ് കൂടെ ഡ്യൂപ്ലിക്കേറ്റാ വന്നിരിക്കുമോ? ഡ്യൂപ്ലിക്കേറ്റ് അല്ലല്ലോ, നിനക്ക് തന്ന ആന്റിഡോട്ട് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് സാധാ എന്തുകൊണ്ടാണ് നീ 43 സെക്കൻഡിനകത്ത് നിനക്ക് ഈ സാധനം അകത്തോട്ട് ചെന്നപ്പോൾ നിന്നെ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്നത്. സോ ഇത് ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ സയനൈഡ് ഞങ്ങൾ തൊടില്ല. അപ്പൊ നിങ്ങൾ ഡ്രഗ്സ് എന്താ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഈ ട്രൈ ആണ്. അതുപോലെ തന്നെ എപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഊട്ടി അല്ലെങ്കിൽ ഇവിടെ മൂന്നാർ പോകുന്ന തണുപ്പ് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അത് മച്ചാ ഏതാவது ബോട്ടിൽ ഏതാவது എല്ലാം സംഘടിപ്പിച്ചു നോക്കി. എന്താണ് ഈ ബോട്ടില്? അവിടെ പോയിട്ട് അടിച്ചിട്ട് ചൂടാവാൻ. സർ ഭയങ്കര കുളിരായിരിക്കും. അപ്പൊ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് അടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ കാർഗിലിൽ സർവീസ് ചെയ്തിരുന്ന സമയത്ത്, ഞാൻ മേജറായിട്ട് സർവീസ് മിലിറ്ററി ഇന്റലിജൻസിന് വേണ്ടി സർവീസ് ചെയ്തിരുന്ന സമയത്ത്, ദാറ്റ് വാസ് ഇൻ 1996 എനിക്കറിയില്ലായിരുന്നു ദ്രാസ് എന്ന് പറയുന്ന യുദ്ധം നടന്ന ഈ സ്ഥലത്ത് അതെന്റെ അണ്ടറിൽ വന്നിരുന്നത്. പലപ്പോഴും ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നിരുന്നതാണ്. 60 കിലോമീറ്റർ ദൂരം കാർഗിൽ ടു ദ്രാസ്. ഇവിടെ പോയി ചിലപ്പോൾ താമസിക്കും, തിരിച്ചു വരാറെല്ലാം ഉണ്ട്. പിന്നീട് ഞാൻ 2006 8 മറ്റേ കാർഗിലിൽ പോയ സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ടു. ദ്രാസ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വലിയൊരു നീല ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വേൾഡ്സ് സെക്കൻഡ് കോൾഡസ്റ്റ് inhabited place. The cold recorded is -65 degrees in 1996 January 23rd. ഈ സമയത്ത് ഞാനോട് സർവീസ് ചെയ്യണം. I didn't know that. ഈ സമയത്ത് പോലും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ ഞാൻ ആ 6 മാസം കോൾഡ് വിന്റർ മുഴുവൻ കവർ ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. ബട്ട് എന്തിനാണ് ഈ ആളുകൾ ഈ പറയുന്നത് തണുപ്പത്ത് 2 അടിച്ചു കഴിഞ്ഞാൽ ചൂടാവുന്നത്? അല്ല, ഇവർക്കറിയുന്നില്ല. ഇവര് തണുപ്പത്ത് ഈ 2 അടിച്ചു കഴിഞ്ഞാൽ, തണുപ്പത്ത് അല്ലെങ്കിൽ ചൂടത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ അങ്ങ് ഡെഡ് ആവുകയാണ്. പിന്നെ ഇവർക്ക് യാതൊരു ബോധവുമില്ല. അല്ല, ചൂട് വരുന്നതല്ല അത്. പക്ഷെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. ഇത് മാനസികമായിട്ടൊരു ഫീലിംഗ് ആണ്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളുടെ സദസ്സിന് മുന്നിൽ ഞാൻ എൻ്റെ മരിച്ചുപോയ അച്ഛനെ ഞാൻ ഓർക്കുക. എൻ്റെ അച്ഛൻ സെക്കൻഡ് വേൾഡ് വാർ സോൾജറായിരുന്നു. അദ്ദേഹം മദ്യപാനി ആയിരുന്നു. പക്ഷെ 32ാമത്തെ വയസ്സ് ഒരു ദിവസം മദ്യപിച്ച് വന്ന്
അമ്മയെ നല്ലപോലെ അടിച്ച്, ഞാനന്ന് 1 വയസ്സോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അടിയെല്ലാം കഴിഞ്ഞ് രാത്രി മുഴുവൻ ബോധം കെട്ട അച്ഛൻ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ മൂപ്പരുടെ തലയ്ക്കൽ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞെന്നുള്ളത് ആർക്കും അറിയില്ല, പക്ഷെ അച്ഛൻ്റെ തലയ്ക്കകത്തതെല്ലാം കയറി. ഭാര്യ പറഞ്ഞില്ല, ഈ അടി കൊണ്ടിട്ടുള്ള നിസ്സഹായായിട്ടുള്ള എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഓരോന്നും എൻ്റെ അച്ഛൻ്റെ തലയ്ക്കകത്തോട് കയറി. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ട് അമ്മ പറയുമായിരുന്നു, കാലത്ത് എഴുന്നേറ്റിട്ട് വഴിക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് സത്യം, സത്യഭാമ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അപ്പൊ അച്ഛൻ സത്യം എന്നാണ് വിളിച്ചിരുന്നത്. സത്യം, ഇന്നു മുതൽ എൻ്റെ അച്ഛനാണ് സത്യം. എൻ്റെ അച്ഛനാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛൻ ആ വാക്ക് മാറ്റില്ലായിരുന്നു. അവരൊരാളെ കൊല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊന്നിരിക്കും. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു എൻ്റെ അച്ഛൻ. വെരി സ്ട്രോങ് പേഴ്സൺ. എൻ്റെ അച്ഛനാണ് സത്യം, സത്യം, ഞാൻ ഇന്നു മുതൽ മദ്യം തൊടില്ല എന്നത്. ഏത് തലേദിവസം മൂക്കറ്റം കുടിച്ച് അഡിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഒരു വാക്കങ്ങ് പറഞ്ഞതാണ്. ഇവിടെയാണ് എൻ്റെ അച്ഛൻ്റെ മനക്കരുത്ത്. അന്ന് തൊട്ടൊരു അച്ഛൻ മദ്യപിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ഒരു മുറുക്കൽ പോലും ചെയ്തിട്ടില്ല. വെറ്റിലപ്പാക്ക് മുറുക്കുന്നത് ഞങ്ങളുടെ നായന്മാരെ തറവാട്ടിലുള്ള ഓണത്തിനൊക്കെ എല്ലാവരും കൂടി ഇരുന്നതും അച്ഛൻ അതുപോലും ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഒരു വിൽ പവറുള്ള ഒരു അച്ഛൻ്റെ പുത്രനായിട്ട് ഞാൻ വളരുന്ന സമയത്ത്, കുട്ടിക്കാലത്തെല്ലാം ഞങ്ങൾ ഈ പാടത്തെല്ലാം പോകുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ നടന്ന് പറയും, മോനെ മദ്യപിക്കരുത് കേട്ടോ, മദ്യപാനം വളരെ മോശമാണ്, സിഗരറ്റ് വലിക്കരുത്, ഇങ്ങനെ പല കാര്യങ്ങളും. ഇന്നും എന്റെ കാറിനകത്ത് ആ ബാഗ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ എൻ്റെ നാട് വിട്ട്, ഞാൻ 17.5 വയസ്സിൽ നാട് വിട്ട് പോകുന്ന സമയത്ത് അച്ഛൻ എനിക്കൊരു ഫോട്ടോ തന്നു. ആ ഫോട്ടോയുടെ പിറകിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അച്ഛൻ്റെ ഫോട്ടോ, അതിന്റെ പിറകിൽ എഴുതിയിട്ടുണ്ട് ഡൂസ് ആൻഡ് ഡോൺസ്. അതിനകത്തുള്ള ആ ഡൂസിലൊക്കെ എന്ന് പറഞ്ഞാൽ ലോയൽ, സത്യസന്ധനായിരിക്കണം. അത് ഡോൺസിനകത്ത് ഉണ്ടായിരുന്നു വൈൻ, ഡ്രഗ്സ്, വുമൻ, ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വുമൻ എന്നുള്ളത് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ബോധം വന്നപ്പോൾ ചോദിച്ചാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഈ വുമനൊക്കെ പറഞ്ഞപ്പം. അപ്പൊ അച്ഛനൊന്ന് നോക്കി ചിരിച്ചു. അത് നിനക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ ഈ പറഞ്ഞെന്നുള്ളത്. പക്ഷെ ആ അച്ഛനെ പോലുള്ള എത്ര അച്ഛന്മാര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കളുടെ കാതിനകത്ത് ഇത് കേറ്റണം. വളർന്നു വരുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതിന്റെ ഭീകരത എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്കിന്ന് സമയമില്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അച്ഛനാണെങ്കിൽ പ്രാരാബ്ദം ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കിവിടുന്ന് നമ്മളെ ഭരിക്കുന്ന, ഇപ്പൊ നേരത്തെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം എങ്ങോട്ട്. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇന്ന് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഓരോ കാര്യത്തിനും ഗവൺമെന്റ് എന്ത് പറയുന്നു? ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യനയം. എന്താണ് ഈ നയം? ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് വരുന്ന സമയത്തിന് മുന്നേ കഴിഞ്ഞ ഫസ്റ്റില് KPSC ലളിത ചേച്ചി ഇന്ന് മരിച്ചുപോയി, ഇന്നസെന്റ് ഏട്ടൻ മരിച്ചുപോയി. ഇവരൊക്കെ വെച്ച് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മദ്യം ഉണ്ടാവില്ലെന്ന്. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ ബാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതി. എന്തിനാണ്? വരുമാനത്തിന് വേണ്ടി ചിന്തിക്കുക. ഈ വരുമാനത്തിൽ വിഷം കൊടുത്തിട്ട് വേണോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ? നമ്മളുടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ട് വേണോ ഈ വരുമാനം ഉണ്ടാക്കാൻ? അതല്ലാതെ ഇന്ന് കേരളം ദൈവം തന്നിരിക്കുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തിന് വെറും ടൂറിസം മാത്രം ഡെവലപ്പ് ചെയ്താവും. നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം, അതിന് കുറച്ച് എഫേർട്ട് എടുക്കണം. ഇതിപ്പോ എഫേർട്ടൊന്നുമില്ല. 35 ലക്ഷം രൂപ ഒരു ഹോട്ടൽ ബാറിന് ലൈസൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 35 ലക്ഷം രൂപ എണ്ണമറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ എഗെയിൻ പേരൻസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കണം. നമ്മുടെ കുട്ടികളോട് നിങ്ങൾ തന്നെ ഒന്ന് തന്നെത്താൻ ആലോചിച്ച് നോക്കൂ. വളർന്നു വരുന്ന സമയത്ത് ഈ കുട്ടികൾ ഒരു 10-12 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടികൾ നിങ്ങളിൽ നിന്ന് അകലുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടോ? അകലുന്നുണ്ട്. എവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ സത്യസന്ധമായിട്ട് കൈപോക്കണം. നിങ്ങളിൽ എത്ര പേര് വീട് വിട്ട് സ്കൂളിലോട്ടോ കോളേജിലോട്ടോ പോകുന്ന സമയത്ത് അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയുന്ന എത്ര കുട്ടികൾ സത്യസന്ധമായിട്ട് മാത്രം കൈപോക്കണം? താങ്ക് യു സോ മച്ച്. ഇത്രയും ഗ്രൂപ്പിനകത്ത് ഞാൻ കണ്ട കൈകളെന്ന് പറഞ്ഞൊരു 4 കൈകളാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കുട്ടികൾ അമ്മയായിട്ടുള്ള ആ ബന്ധം, ആ ചൂട്, അത് അകന്നുകൊണ്ടിരിക്കുന്നു. ഈ ചൂടിൽ നിന്ന് മാറുന്ന സമയത്താണ് കുട്ടികൾക്ക് കോൺഫിഡൻസ്. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല.
ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നു. അവർ പോകുന്ന സമയത്ത് മോനെ, അവൻ ചിലപ്പോൾ മറക്കും, അല്ലെങ്കിൽ അവൾ മറക്കുമായിരിക്കും. അമ്മമാർ ടേക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ്, ജസ്റ്റ് ഹഗ് ഓക്കെ മോനെ പോയിട്ട് വാ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തിരുത്തിക്കൊണ്ട് ഒരു 5 മിനിറ്റ് അവരുടെ കണ്ണിൽ കണ്ണിട്ടുകൊണ്ട് സംസാരിക്കും. അപ്പൊ അറിയാം എന്റെ കുട്ടി ഇന്ന് തെറ്റായ ഏതെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ കണ്ണിൽ നോക്കിയാൽ അറിയാം. പക്ഷെ നമുക്ക് സമയമില്ല. ഇന്ന് നമ്മുടെ എല്ലാം ഈ ടിക്ടോക്കും അല്ലെങ്കിൽ ഒരു റീലും കണ്ടുകൊണ്ട് നമ്മളതിലേക്ക് അഡിക്റ്റ് ആയിപ്പോയിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മളെ കുട്ടികളിൽ നിന്ന് മാറും. കുട്ടികളും അതുപോലെ തന്നെ അച്ഛനമ്മമാരിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്ക് കാണുന്നത് അച്ഛനമ്മയ്ക്കൊന്നും അറിയില്ല, എനിക്കറിയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. Parents have to put yourself together and get the children under your clutches. അത് നമ്മൾ മൃഗങ്ങളിൽ നിന്ന് പഠിക്കണം. പക്ഷികളിൽ നിന്നും ഈവൻ സ്ട്രീറ്റ് ഡോഗ്സ് നടക്കും. നോക്കൂ, ആ കുട്ടികളെ അവർ എത്ര കെയറിങ് ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഈവൻ വളർന്നു കഴിഞ്ഞാലും ആ കെയറിങ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇനി ഞാൻ എ ഡോഗ് ലവർ, ഐ എം എൻ ആനിമൽ ലവർ. So I observe them. There are a lot of things we have forgetting and learn it from them. ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വായിച്ചിട്ടുള്ള കേസിൽ എന്തിനാ ഈ കോട്ടയത്ത് നിങ്ങളുടെ മൂക്ക് താഴ്ത്ത് ആ റാഗിങ് എന്ന് പറയുന്നത് ഒന്ന് നോക്കൂ. ആ കുട്ടികൾ കാണിച്ച ക്രൂരത എന്ന് പറയുന്നത് അപ്പുറത്തെ ഒരു സിനിമ, ഏറ്റവും ക്രൂരമായിട്ടുള്ള വിഷ്വൽസ് കാണിച്ച സിനിമ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? I want to see that. I want to see that blood. Why? Because my mind is in a different tangent. I am not normal. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നമുക്ക് കാണേണ്ടത് എന്താണ്? രക്തം കാണണം, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അറപ്പില്ല. സത്യം പറയാലോ, ഞാൻ എത്രയോ പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. ആ കൊല്ലുന്ന സമയത്ത് എനിക്ക് അറപ്പില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ആക്സിഡന്റ് ആയിട്ട് റോഡിൽ കിടക്കുന്ന സമയത്ത് ആ രക്തം കാണുമ്പോൾ എന്റെ മനസ്സ് ഒന്ന് പതറും. കാരണം അതെന്റെ ഡ്യൂട്ടി അല്ല, അവിടെ ഞാൻ മനുഷ്യനായി. എന്നെ കൊല്ലാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഡ്യൂട്ടി ആയിരുന്നു. അത് ഞാൻ എന്റെ കർമ്മം ചെയ്യണം. ആ സമയത്ത് എന്റെ കൈ വിറക്കില്ല. നേരെ മറിച്ച് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നൊരു ആക്സിഡന്റ് ആയിട്ട് ഈവൻ ഒരു പട്ടി പോലും മരിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്റെ മനസ്സ് പോകും. ബിക്കോസ് യു ആർ നോർമൽ. ബിക്കോസ് യു കാൻറ്റ് സീ ദിസ് ബ്ലഡ് ഓൾ ദ ടൈം. അതിൽ ഞാൻ പറഞ്ഞത് കീർച്ചക്ര എന്നുള്ള സിനിമ ഞാൻ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഞാൻ കണ്ട അന്നത്തെ ആ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ. 7 പേരെ കൊന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ വയസ്സായ സ്ത്രീ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്റെ കുട്ടികളെ ഈ 7 പേരിൽ 6 പേരും റേപ്പ് ചെയ്യായിരുന്നു കഴിഞ്ഞത് തലേദിവസം രാത്രിയില്. ആ കഥ പറയുന്ന സമയത്ത് 5 മിനിറ്റ് മുന്നേ കൈ വിറയ്ക്കാതെ കൊന്നിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, യെസ്, ഐ ആം എ ഗുഡ് ഹ്യൂമൻ ബീങ്. യു ഗോട്ട് ടു ഹാവ് ദ ഇമോഷൻസ് ബട്ട് നോട്ട് ദിസ്. ഇപ്പൊ നേരത്തെ വെഞ്ഞാറമൂടിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും what is the mindset of the public? Why? Because he is not normal. You are not being controlled by yourself, but controlled by some outside powers. That is what is the drug control. അതേ ഇന്ന് കൺട്രോളില് എന്നാണ് ഒരു പെൺകുട്ടി പോലീസുകാരനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. നീ പറ്റുമെങ്കിൽ നോക്കടാ, എന്നിട്ട് അവന്റെ മുന്നിൽ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ഈ സിന്തറ്റിക് വായിലേക്ക് എടുത്തിരുന്നു. പോലീസുകാരൻ നിസ്സാരമായി നോക്കി. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റേണ്ട സമയമായിരിക്കും. ഇവിടെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. പല സമയത്തും ബഹുമാനപ്പെട്ട കോടതി സ്വന്തമായി കേസെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതുപോലുള്ള കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് അത് കോടതിയുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി കൂടി ആയിരിക്കണം. ഇതുപോലുള്ള ഇന്നിപ്പോ ഇത് വൈദികർ ഇവിടെ ഇരുന്നുകൊണ്ട് ജനസമുദായത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇവർക്ക് ആർക്കും ശമ്പളം കിട്ടുന്നൊന്നുമില്ല ഇതിനു വേണ്ടിയിട്ട്. അവർ ചെയ്യുന്നത് എന്താണ്? ഈ സമൂഹം നന്നാവണം. അവിടെ നമുക്കുള്ള ഒരൊറ്റ വിശ്വാസം എനിക്കുള്ളത് എന്താണ്? ഈ കോടതി ഇനിയെങ്കിലും സ്വമേധയാ കേസുകൾ എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിൽ ഇന്നേവരെ കോടതി അങ്ങനെ ഒരു കേസ് എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. ഡ്രഗ്സിന് അഗേൻസ്റ്റ് റൂൾസ് മാറ്റേണ്ട സമയമായിരിക്കുന്നു. അത് പാർലമെന്റിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. ഫോറിൻ കൺട്രീസ് പോലെ അവർ തലവെട്ടിക്കളയുന്നുണ്ട്. ശരി, ഇവിടെ നിങ്ങളുടെ ഡെമോക്രസി ഞാൻ സമ്മതിച്ചു, തലവെട്ടൊന്നും വേണ്ട. പക്ഷെ അതിന് ഭീകരമായിട്ടുള്ള പനിഷ്മെന്റുകൾ കൊടുത്താൽ മാത്രമേ ഇനിയും നമുക്ക് ഈ സമൂഹത്തിൽ ഇതിനോടൊരു ഭയം ഉണ്ടാവുള്ളൂ. ഇന്നത് ആരുടെ കയ്യിൽ വേണമെങ്കിലും നോക്കി, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടീനെ ആലോചിച്ചു പോലീസുകാരനെ വെല്ലുവിളിക്കുക, ആ ഗ്ലാസ് അടിച്ചുടച്ചോണ്ട്. കാരണം അവള് നോർമൽ അല്ല.
ആ പോലീസുകാരനെ നിസ്സാരമായിട്ട് നോക്കി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. കാരണം അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ അങ്ങനെയൊക്കെ എഗൻസ്റ്റ് ആയിരിക്കും കേസ് വരും. സോ വി ഗോട്ട് ടു ഹാവ് ഇതുപോലുള്ള സംഘടനകൾ. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു പോകുന്ന സമയത്ത് യു ഗോട്ട് ടു ഹാവ് മേക്ക് എ മെമ്മോറണ്ടം ആൻഡ് സബ്മിറ്റ് ടു ദ ഗവൺമെന്റ്. നിങ്ങൾ സബ്മിറ്റ് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് us all submit this thing to the honorable court. Let them take the decision. എനിക്കിനിയിപ്പോൾ അവിടെ മാത്രമാണ് എനിക്കൊരു വിശ്വാസം കിടക്കുന്നത്. അതുപോലെ പാർലമെന്റിൽ ഇതുപോലുള്ള ബില്ലുകൾ കൊണ്ടുവന്ന് പാസ്സാക്കണം. പല ബില്ലും പാസ്സാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു ആന്റി ഡ്രഗ്സ് സിസ്റ്റം, ആ ഒരു ബില്ലെന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബില്ല് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ പഞ്ചാബ് ഇന്നിപ്പം ഏത് നിലയിൽ നിൽക്കുന്നു ആ നിലയിലോട്ട് നമ്മുടെ കേരളം വരാൻ പോകും. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ നമ്പർ 1 എന്നൊക്കെ എവിടെ വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ഇവിടെയും നിങ്ങൾ നമ്പർ 1 ആവാൻ നോക്കരുത്. അതൊരു ഭീകരമായിട്ടുള്ള പോക്കായിരിക്കും. നമ്മൾ ഇവിടെ നമ്പർ 1 ആയിക്കഴിഞ്ഞാൽ. ബിക്കോസ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ, അവരുടെ ഹെൽത്താണ് നമ്മുടെ വെൽത്ത്. നമ്മുടെ നാടിന്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടികളുടെ ആരോഗ്യം. അതല്ലേ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം 24 വർഷം മിലിറ്ററിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോ 26-27 വർഷത്തോളായിട്ട് സിനിമാ ഫീൽഡാണ്. 2 ഫീൽഡിൽ ഈ മദ്യത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല, ഇഷ്ടംപോലെ ഉണ്ടായി. പക്ഷെ നമ്മുടെ വിൽ പവർ ഉണ്ടാകും. എൻ്റെ അച്ഛൻ്റെ ആ ഓരോ വാക്കും, അച്ഛൻ 93-ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയി, ആരോഗ്യമായിട്ട് മരിച്ചുപോയി. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുന്ന അങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. മോനെ, ഇതരുത്, ഇത് കാതിൽ ഇങ്ങനെ കയറിയാക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ അച്ഛന്മാരിത് പ്രത്യേകം ശ്രദ്ധിക്കണം, അമ്മമാർ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ വളർത്തി, അല്ലാതെ കുട്ടി വളർന്നു നല്ലൊരു വലിയൊരു സ്കൂളിൽ പറഞ്ഞയച്ചു. ഓക്കെ, കോട്ടയത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം. ഒരു ഡ്രഗിന്റെ ഒരു ഭീകരമായിട്ടൊരു മുഖം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എനിക്കൊരു പോലീസുകാരൻ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ഒരു 7 വർഷം മുന്നേ അദ്ദേഹം ഇവിടുത്തെ കോൺവെന്റ് സ്കൂളുകളിലും ഗേൾസ് ഉള്ള സ്കൂളുകളിൽ പോയിട്ട് അവിടുത്തെ ടീച്ചർമാരും സിസ്റ്റർമാരുടെ അടുത്തൊക്കെ സംസാരിച്ച് പറയും, സിസ്റ്റർ, ഏതെങ്കിലും കുട്ടിയുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ, നമുക്ക് കൗൺസിലിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ കോൺസ്റ്റബിൾ. അവൻ അവൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വൺ ഡേ ഒരു സിസ്റ്റർ വിളിക്കുകയാണ്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാണണം, എനിക്കൊരു കുട്ടി കൊണ്ട് വരണമെന്നുള്ളത്. അങ്ങനെ അവരൊരു ഹോട്ടലിൽ ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന ഒരു കുട്ടിയായിട്ട് സംസാരിക്കുക. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, സിസ്റ്ററും ഉണ്ട്. ഈ പോലീസുകാരൻ പറഞ്ഞ കഥയാണ് എൻ്റെ അടുത്ത്. സാറ്, ഞാൻ ഷോക്ക് അടിച്ചു ഈ കുട്ടിയുടെ മുഖത്ത്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവളുടെ ബിഹേവിയറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഭയങ്കര ബബ്ലി ആയിരുന്നു ക്ലാസ്സിലൊക്കെ. പെട്ടെന്ന് ഈ കുട്ടിയെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സിസ്റ്റർ ഒബ്സർവ് ചെയ്തിട്ട് പോലീസുകാരനുമായിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടിരുന്ന് സംസാരിച്ച് പറഞ്ഞപ്പം കുട്ടി പറഞ്ഞു, എൻ്റെ ബ്രദർ, അവന് 19 years ആയിരിക്കും, he had been using me. പോലീസുകാരൻ പറഞ്ഞു, സാറേ എനിക്ക് അറിയില്ല, ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഈ കുട്ടിയോട് എന്താണ് പറയുന്നത്. ഇപ്പൊ സ്വന്തം ബ്രദർ വീട്ടിനകത്ത് ഈ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ബ്രദർ എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പുള്ള ഇത്. അപ്പൊ ചോദിച്ചു, ഇങ്ങനെ ഒരു ബോധമില്ല സാർ, എപ്പോഴും കഞ്ചാവിലും ഡ്രഗ്സിലുമാണ്. ശരി, എങ്ങനെയും പേരൻസിനെ വിളിച്ച് അറിയിക്കാം. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, അതിൽ വേറൊരു പ്രശ്നം കൊണ്ടിട്ടുണ്ട് സാർ. എങ്ങനെ? ഇവളുടെ 12ാം ക്ലാസ് പഠിക്കുന്ന എൽഡർ സിസ്റ്റർ, ഷീസ് ഓൾറെഡി പ്രഗ്നന്റ് ബൈ 6 months. നമുക്ക് ഷോക്കായിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവമാണ്. എന്താണ് ഇതിന് കാരണം? ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി ഇരുന്നുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഡ്രഗ്സ് എന്ന് പറയുന്ന ഭീകര ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ഇവിടെ, ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത്. അവന്മാര് നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മയാരാണ്, പെങ്ങളാരാണെന്നുള്ള ബോധം പോലും ഇല്ലാത്ത ബ്രദേഴ്സ് വളർന്നുകൊണ്ടിരിക്കുന്നു. അച്ഛനാരെന്നുള്ളതോ അമ്മയെന്നുള്ളതോ ഒരു വിധത്തിലുള്ള ദയമില്ലാത്ത തലക്കടിച്ച് കൊല്ലാനുള്ള മൈൻഡ് സെറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് ഡ്രഗ് അത്രയും അധികം അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇതുപോലുള്ളൊരു സെമിനാർ നടത്തി ഇത് കഴിഞ്ഞ് നമ്മളങ്ങ് പോയി ചായ കാപ്പി കുടിച്ചു. നോ, ടേക്ക് an oath. I am also a party to this thing. Why? Because if I don't open my eyes and ears, I'll be a part of this thing. ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ടിനെയാണ് നമ്മൾ ഇനി മാറ്റിയെടുക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. സമൂഹത്തിൽ എന്ത് നടക്കുന്നു
അതൊരു കുട്ടികളാണെങ്കിലും ശരി, വലിയവരാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ശരി, നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി മുൻകൈയിട്ട് ഇറങ്ങണം. ഞാനിന്ന് ഇറങ്ങുന്നുണ്ട് പലയിടത്തും പോയിക്കൊണ്ട്. അതല്ല ഞാൻ പറയും, എന്തിനാണ് ഞാൻ ആ ജയിലിലൊക്കെ പോയിട്ട് ഈ കുട്ടികളെ കാണുന്നത്? ആ കുട്ടികളിൽ നിന്ന് പിന്നീട് എനിക്കറിയാം ആ കുട്ടി അധികാലം ജീവിക്കില്ല, പക്ഷെ എങ്കിലും ബാക്കിയുള്ള കാലം ആ കുട്ടി ഒരു ഉദാഹരണമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെന്ന് എനിക്ക് വാക്കാറുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ ഫ്യൂച്ചർ I didn't want to see that because she was finished. അങ്ങനെ ഒരു സമൂഹത്തിലോട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോവാതെ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിന്നിപ്പം 68 വയസ്സ് ആയിരിക്കും. ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ആരോഗ്യമാണ് എനിക്ക് വലുതെന്ന് വിചാരിച്ചുകൊണ്ടാണ്. എന്നിട്ടും എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഐ ഡോണ്ട് കെയർ. എന്റെ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്, 5-6 സ്റ്റെന്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. അതെന്റെ വിൽ പവറാണ്. എന്ന് നിങ്ങൾ പറഞ്ഞാൽ 10 കിലോമീറ്റർ ഓടാൻ ഞാൻ തയ്യാറാണ്. 5 സ്റ്റെന്റ് അവിടെ കിടക്കുന്നുള്ളത്, അത് സ്റ്റെന്റ് അവിടെ കിടക്കുന്നത് അത് അതിന്റെ പണി. എന്റെ മൈൻഡ് എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ദിസ് ഇസ് വാട്ട് ഇസ് എ പവർ വാട്ട് യു ഗോട്ട് ടു ഹാവ്. നമുക്ക് നമ്മുടെ ആ വിൽ പവർ എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഇവിടെ മാറ്റി വെക്കാൻ നിങ്ങൾ ഇഷ്ടംപോലെ കൊണ്ട് തന്നു എൻ്റെ മുന്നിൽ. ഐ വിൽ നോട്ട് ടച്ച് ഇറ്റ്. എന്റെ വീട്ടിൽ ഒരാൾ ഒരു ഗിഫ്റ്റ് കൊണ്ടു വന്നിട്ടുള്ള ഒരു 5 ലിറ്ററിന്റെ ശിവാശ്രീകളുണ്ട്. ഭയങ്കര കോമഡി ആയിരുന്നു കൊറോണ സമയത്ത്. വീട്ടിലൊരു ബംഗാളി പയ്യനുണ്ട്. ഇടയ്ക്ക് മുകളിൽ വരും. ഞാൻ എനിക്ക് ആരുടെ ഈ മോട്ടോർ സ്കൂട്ടറിലൂടെ മുമ്പിൽ വന്നിരിക്കുന്നു. സാറിന്റെ ശിവാശ്രീകളുടെ ബോട്ടിൽ തരുമെന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുന്നു കൊറോണ സമയത്ത്. അപ്പൊ അതെങ്ങനെ ഇവർക്കറിഞ്ഞു? അത് സാർ ആ മനോരമയില് സാറിന്റെ വീടിന്റെ ഇതുണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നു. ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കി, ഇത് വാങ്ങിക്കാൻ വേണ്ടി എത്ര ഓഫർ ചെയ്യുന്നറിയോ? 75,000 രൂപ സർ, ഈ ഒരു ബോട്ടലിന് വേണ്ടിയിട്ട്. അപ്പൊ എത്രത്തോളം ഇവൻ ആ വീട് പണയം വെച്ചിട്ടാണെങ്കിൽ ശരി എനിക്കിത് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്റെ മുന്നിൽ വന്ന വെള്ളം ഞാൻ തലടിച്ച് ഞാൻ പൊട്ടിക്കും, ഇറങ്ങി പോകാൻ പറഞ്ഞതാണ്. ബോട്ടലൊന്നും അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ആർക്കോട്ട് കൊടുത്തിട്ടുമില്ല. അതൊരു കാഴ്ച വസ്തുവായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ബട്ട് യു ജസ്റ്റ് ഇമാജിൻ, ഇതിനു വേണ്ടി അവർ എന്തും ചെയ്യും. അതാണ് ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്നത്. പൈസ കൊടുത്തില്ലെങ്കിൽ അമ്മേനെ തലക്കടിച്ചു, അച്ഛന്റെ തലക്കടിച്ചു, അമ്മൂമ്മനെ വെട്ടിക്കൊന്നു. ഇതൊക്കെ നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. സോ നമുക്കെല്ലാവർക്കും, നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ അവർക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് നടന്നൊന്നും വരില്ല. ഇതുപോലെ നിങ്ങളെപ്പോലുള്ള പള്ളിക്കാരും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നല്ല വ്യക്തികളുണ്ട്. പിതാവ് വിളിച്ച സമയത്ത് ഒരുപക്ഷെ എന്റെ മാനേജർ പറഞ്ഞു കാണും, രവി സാർ വരണമെങ്കിൽ കാശ് വേണം എന്നൊക്കെ ഇല്ലേ പറഞ്ഞു കാണും. അങ്ങനെ അവരെന്നെ വിളിച്ചു. എന്റെ കൂടെ എന്റെ പട്ടാളത്തിലുണ്ടായിരുന്ന 38 വർഷമായിട്ട് എന്റെ പട്ടി കമാൻഡോണ്ടായിരുന്ന ക്യാപ്റ്റൻ അനിൽ എന്നെ വിളിച്ച് പറഞ്ഞു, സാറ് യൂഷ്വൽ ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ പ്രൈസ് ഇതാണ് എന്നെല്ലാം. അങ്ങനെ എന്നെ കുരുവിളിയാണ് വിളിച്ചെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞേക്ക് ഇല്ല സാറിന്റെ മാനേജർ പറഞ്ഞു ഇതുപോലെ വരണമെങ്കിൽ പൈസ വേണം എന്ന് പറഞ്ഞു. പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞു ഈ പൈസ ഒന്നും വേണ്ട, ഞാൻ വന്നോളാന്ന് പറഞ്ഞു പറഞ്ഞേക്ക്. അങ്ങനെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു സാറ് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ നമ്മൾ പൈസ ഇല്ല നമുക്ക്. ഞാൻ വേണമെങ്കിൽ പൈസ അങ്ങോട്ടിടാം, എങ്കിലെങ്കിലും ഒരു കുട്ടി ഈ ട്രക്കിൽ നിന്ന് മാറി നിൽക്കൂ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പൈസ എന്നുള്ളതെല്ലാം വരും, പക്ഷെ നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിക്കണം. ഞാൻ പല രാഷ്ട്രീയക്കാരോടും ഞാൻ ചോദിക്കും. എൻ്റെ അടുത്ത് പല രാഷ്ട്രീയക്കാരും പറയും, രവിച്ചേട്ടാ നമ്മളിത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയക്കാർ ഇവിടുത്തെ വരുന്നെന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്നെയാണ് ആദ്യം വെടിവെച്ച് വിടണമെന്ന്. നീ രാഷ്ട്രീയത്തിൽ വരരുത്, എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. എത്ര പേര് ചോദിക്കും? ഇല്ല. Almost everybody is selfish to the core to make money for themselves. എന്റെ മകൾക്ക് ബിസിനസ് ഉണ്ടാക്കണം, എന്റെ മകൻ എന്ത് ഉണ്ടാക്കിയിരിക്കണം, എന്റെ മരുമോനത് വേണം എന്നും പറഞ്ഞു നടക്കുന്ന ആളുകളെ രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കാണുന്നത്. കുറെ രാഷ്ട്രീയക്കാർ പണ്ടുണ്ടായിരുന്നു, രാജ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ചിരിക്കുന്നു. പക്ഷെ അവരെ പോലും തേജോവധം ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ. ഞാനൊരു സിമ്പിൾ ജോർജ് ഫെർണാണ്ടസ് സാറിന്റെ കാര്യം പറയാം. അദ്ദേഹം മരിച്ചുപോയി, ഒരു പാവം. അദ്ദേഹത്തെ പോലും ശവപ്പെട്ടി കോട്ടാലെന്നും പറഞ്ഞിട്ട് സ്റ്റാമ്പ് അടിച്ചു. ഒരു പൈസ അദ്ദേഹം കട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ പോലും നിങ്ങൾ തേജോവധം ചെയ്തു. മരിച്ചു പോകുന്ന സമയത്ത് വീട് പോലും ഉണ്ടായിരുന്നില്ല ആ വ്യക്തിക്ക്. പക്ഷെ ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം കാരണമാണ് ഇന്ന് വാഗ്ദാനങ്ങൾ തന്നു,
ഞങ്ങളുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മദ്യഷാപ്പുകൾ ഉണ്ടാവില്ലെന്നുള്ളത്. ആയിരക്കണക്കിന് മദ്യഷാപ്പുകൾ വന്നിരിക്കും. അപ്പം നുണ പറഞ്ഞിട്ടാണെങ്കിലും ശരി, അധികാരത്തിൽ കയറിക്കൊണ്ട് തന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഈ രാഷ്ട്രീയക്കാർ സൂക്ഷിക്കും. എന്നെപ്പോ നിങ്ങൾ ചോദിക്കും രാഷ്ട്രീയക്കാരനല്ലത്. എനിക്കൊരു ഓണററി മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. ഐ വിൽ ഫൈറ്റ് എഗൻസ്റ്റ് ദ കറപ്ഷൻ. ഐ വിൽ ഫൈറ്റ് ഈവൻ മൈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണെങ്കിൽ ശരി, തെറ്റ് ചെയ്താൽ ഞാൻ അവനെ എന്ത് തെറ്റെന്ന് തന്നെ പറയൂ. അത് ഏത് പാർട്ടി. പക്ഷെ ചിലപ്പോൾ എന്റെ പാർട്ടിയിലുള്ളവർക്ക് പോലും പേടിയുണ്ടായിരിക്കും. ഞാൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കാറുള്ളത്. കാരണം ഇതുകൊണ്ടാണ്. എനിക്കൊരു മോനേ ഉള്ളൂ, 35 വയസ്സായിരുന്നു. ഇന്നേ വരെ ഞാനവൻ്റെ അടുത്തൊക്കെ തന്നെ പറയാം, മുത്തച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ, പിന്നെ നിന്റെ അച്ഛൻ ഇങ്ങനെയാണ്. ഇന്നേവരെ അവൻ മദ്യപിക്കില്ല, അവൻ സിഗരറ്റ് വലിക്കില്ല. അവരും എൻ്റെ ഭാര്യ ഇപ്പൊ പുതുതായിട്ട് ലവ് മാരേജ് ഒക്കെ കഴിച്ച് സുഖമായിട്ട് പോകുന്നു. ഒരു പ്രശ്നമില്ല ആരെയും. ഞാൻ അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല നിങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്തു? പോലീസിനെ കൊണ്ട് സാധിക്കില്ല. അവർക്ക് പല സൈഡിൽ നിന്നുള്ള പ്രശ്നമുണ്ട്. പണ്ടൊരു നിശാ ക്ലബ് എന്നും പറഞ്ഞിട്ടൊരു റെയ്ഡ് നടന്നു. ആ നിശാ ക്ലബിൽ നിന്ന് ഇന്നിപ്പോ DIG അല്ലെങ്കിൽ IG ആയിരിക്കുന്ന നിശാന്തിനി മേഡം, ഷീ കെയിം അപ്പ് ടു എ പെർട്ടിക്കുലർ ജംഗ്ഷൻ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഹെഡായിരുന്ന ആ ഒരു സമൂഹത്തിന്റെ ഇത്രയും വലിയൊരു ഭീകരനെ പിടിക്കാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ സിഗ്നലിൽ എത്തിയപ്പോ പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് പറ്റി നിശാന്തിനി മേഡം, പിന്നെ മുന്നോട്ട് പോയില്ല? റെഡ് സിഗ്നൽ വന്നോ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, യെസ് ഐ ഗോട്ട് എ റെഡ് സിഗ്നൽ. ഷീ കുഡ് കാച്ച് ഹിം. രാത്രി 12-1 മണിക്കാണ് ഈ നിശാ ക്ലബിൽ മറ്റവനെ തിരഞ്ഞെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, സർ അവിടെ കോട്ടൺ. പക്ഷെ അവിടെ എനിക്ക് ഫുൾ സ്റ്റോപ്പ് വന്നു. ഇതുപോലുള്ളതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിനെ വളർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് നമുക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും നമിക്കുന്നു ഞാൻ. കാരണം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, അതിനാണ് മേജർ രവി ഇവിടെ വന്നിരിക്കുന്നത്. ബിക്കോസ് വെൻ യു ടേക്ക് ദീസ് കൈൻഡ് ഓഫ് ഇനിഷ്യേറ്റീവ് ഫോർ ദ സൊസൈറ്റി, ഐ വിൽ ബി വിത്ത് യു സർ. ഞാനത് എന്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ശരി, ഐ വിൽ ബി വിത്ത് യു ഓൾ. ബിക്കോസ് നമുക്ക് ഈ സമൂഹത്തിൽ നന്നായി വളർത്തുന്നത്. കുട്ടികളെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരി ഇപ്പൊ കുട്ടികളോടും കൂടെ പറയാം, പ്ലീസ് ബി കെയർഫുൾ അബൌട്ട് ദിസ്. ഈ ഒരു ഡെവിലിഷ് ആറ്റിറ്റ്യൂഡുള്ള സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ആൻഡ് സേവ് യുവർ ഫ്രണ്ട്സ്. നമുക്ക് തമ്മിൽ സേവ് ചെയ്യാം. അപ്പൊ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിനെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്താൻ സാധിക്കൂ. അതുകൊണ്ട് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എനിവേർ ഇഫ് യു നീഡ് മൈ സർവീസ് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിത്തൗട്ട് എനി റെമൻഡറേഷൻ. കാരണം എല്ലായിടത്തും പോയിട്ട് റെമൻഡറേഷൻ ചോദിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ സിനിമക്കാര്. ഞാൻ ആ സിനിമക്കാരനല്ല. ഞാൻ ഈ ഇതുപോലുള്ള ഇനിയിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ ബൊട്ടാനിക്ക് പോകുന്നതാണ്. അത് തന്നെ ശിവരാത്രിയുടെ ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും ഇതുപോലെ വന്ന് ഞാൻ ക്ലാസ് എടുക്കാനും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും വരുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ പലതും പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, വി ഗോട്ട് ടു ഡു ourselves, മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പൊ ഈ സെമിനാർ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് എനിക്ക് പിതാവിന്റെ അടുത്ത് റിക്വസ്റ്റ് ഇതാണ്, യു കുഡ് മേക്ക് എ പ്രോപ്പർ നോട്ട് ആൻഡ് സബ്മിറ്റ് ടു ദിസ് ആൻഡ് സബ്മിറ്റ് ടു ദ ഹൈക്കോർട്ട്. നമുക്ക് അവിടെ കോടതിയോട് പറയാം, സർ യു ക്യാൻ ടേക്ക് ആക്ഷൻ ബിക്കോസ് ദേ ഗോട്ട് ഓൾ ദ പവർ. ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് നല്ല തോന്നുന്നത്, യെസ് നമ്മളിത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ ആ സൈഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ല നമ്മളിവിടെ പോലീസ് കൊടുത്തതെല്ലാം സമരം അവരവരുടെ സൈഡിലൂടെ വെക്കും സർ, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷെ നമ്മുടെ ഈ മനസ്സിനകത്ത് കയറിയിട്ടുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ പ്രാവർത്തികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമുക്ക് നല്ലത് ചെയ്യാൻ സാധിക്കും. ഇനിയും ഇവരിൽ നിന്ന് ദൂരം നിൽക്കാൻ സാധിക്കും. പ്ലസ് എവിടെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലും സ്കൂളിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ ഈ സമൂഹത്തിൽ പലതും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കാണുന്ന ഓരോരോ കുട്ടികളുടെ മുഖഭാവം നിങ്ങൾക്ക് അങ്ങനെയാണ്. ആ സിസ്റ്റർ അന്ന് ആ പോലീസുകാരനെ കണ്ടിട്ട് പറഞ്ഞത്, എൻ്റെ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം തേടി ചെന്നപ്പോഴത്തേക്കും ഭീകരമായ പ്രശ്നത്തിൽ നിന്നാണ് ആ കുട്ടി വരുന്നതെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും. So let us all open our ears, eyes and look at the society and come out with fruitful results.